ഹലോ വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് റെയിൻബോ ഫാമിലി. ഇന്നത്തെ നമ്മുടെ വീഡിയോ ക്രാഫ്റ്റ് വീഡിയോ ആണ്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു പെൻ ഹോൾഡറാണ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു പെൻ ഹോൾഡർ ചെയ്യാൻ ഒരുപാട് മെറ്റീരിയൽസിൻ്റെ ഒന്നും ആവശ്യമല്ല. അപ്പോൾ ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പെൻ ഹോൾഡർ ഉണ്ട്, ഞാനത് കാണിച്ചു തരാം. ഇതാണ് ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ച പെൻ ഹോൾഡർ. നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നല്ലൊരു പെൻ ഹോൾഡർ ചെയ്യാം. നമുക്കിതിന് വേണ്ട മെറ്റീരിയൽസ് നോക്കാം. അപ്പം നമുക്കിനി ഇത് ചെയ്യാൻ ആവശ്യമായ മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇതൊരു പഴയ ബോട്ടിലാണ്. ഇതിൻ്റെ ടോപ്പ് ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബോട്ടാണ് നമ്മളിതിൻ്റെ ബേസായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് ന്യൂസ് പേപ്പേഴ്സ് എടുത്തിട്ടുണ്ട്, അതുപോലെ കുറച്ച് കളർ ഷീറ്റ്സ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഗ്രീനും യെല്ലോ ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് ബ്ലാക്ക് കളർ പെയിൻ്റ് ആണ്. അതിനുശേഷം വേണ്ടത് ഞാൻ കുറച്ച് സ്റ്റോൺസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി നമ്മുടെ പെൻ സ്റ്റാൻഡിൽ കാണാൻ പറ്റുന്നുണ്ടാവും വൈറ്റ് സ്റ്റോൺസ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഫെവിക്കോൾ എടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയാണ് ഇതിന് വേണ്ട മെറ്റീരിയൽസ്. ഇത് നമുക്ക് വളരെ തന്നെ ചെയ്തെടുക്കാം. നമുക്കെന്നാൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നമുക്കിനി ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഈ ന്യൂസ് പേപ്പർ ഒന്ന് റോൾ ചെയ്തെടുക്കണം. നിങ്ങൾ കാണുന്നില്ല, ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ച പെൻ സ്റ്റാൻഡിൽ അത് ന്യൂസ് പേപ്പേഴ്സ് റോൾ ചെയ്തതാണ് ആ കാണുന്നത്. അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ ന്യൂസ് പേപ്പർ ഒന്ന് റോൾ ചെയ്യണം. അതിനുവേണ്ടി ഞാനൊരു ടൂത്ത് പിക്ക് എടുക്കുന്നുണ്ട്. ടൂത്ത് പിക്ക് ഒന്ന് ന്യൂസ് പേപ്പറിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. ആദ്യം ചെറുതായിട്ടൊന്ന് റോൾ ചെയ്യുക. നമ്മൾ ഈ ടൂത്ത് പിക്ക് വെക്കുന്നത് അതിൻ്റെ ഒരു കറക്റ്റ് ഒരു മെഷർമെൻറ്റും സൈസും കിട്ടാൻ വേണ്ടിയിട്ടാണ് ടൂത്ത് പിക്ക് വെക്കുന്നത്. അതിനുശേഷം ടൂത്ത് പിക്ക് വെളിയിലെടുക്കുക. അതിനുശേഷം ഇതുപോലെ പതുക്കെ റോൾ ചെയ്ത് കൊടുക്കുക. ഒരുപാട് സ്പീഡിൽ റോൾ ചെയ്യരുത്, അപ്പം അതിൻ്റെ വിട്ട് കൂടി പോവും. അതുകൊണ്ടാണ് നമ്മൾ പതുക്കെ റോൾ ചെയ്തെടുക്കുന്നത്. നല്ലതുപോലെ പതുക്കെ സ്ലോ ആയിട്ട് നല്ലതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. ഇതുപോലെ റോൾ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അറ്റത്ത് കുറച്ച് ഫെവിക്കോൾ വെച്ചിട്ട് ഇതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതവിടെ പെർഫെക്റ്റ് ആയിട്ട് ഇരുന്നോളും. പിന്നെ ന്യൂസ് പേപ്പർ ഇളകി വരില്ല. ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് വെച്ചു. ഇനി ഒരെണ്ണം കൂടെ ഇതുപോലെ കാണിച്ചു തരാം. ന്യൂസ് പേപ്പർ എടുക്കുക. അതിനുശേഷം അതിനുള്ളിലേക്ക് ടൂത്ത് പിക്ക് വെക്കുക. ജസ്റ്റ് ഒന്ന് റോൾ ചെയ്യുക. പതുക്കെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. അതിനുശേഷം ടൂത്ത് പിക്ക് വെളിയിലെടുക്കുക. അതിനുശേഷം പതുക്കെ ഇതൊന്ന് റോൾ ചെയ്തെടുക്കുക. അപ്പം ഞാനിത് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഫെവിക്കോൾ വെച്ച് സ്റ്റിക്ക് ചെയ്തു. അപ്പം നമുക്കിനി ഇതുപോലെ എല്ലാ ന്യൂസ് പേപ്പറും റോൾ ചെയ്തെടുക്കണം. ഞാൻ എല്ലാ ന്യൂസ് പേപ്പറും റോൾ ചെയ്തതിന് ശേഷം കാണിക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ ന്യൂസ് പേപ്പേഴ്സ് എല്ലാം റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ന്യൂസ് പേപ്പേഴ്സ് പല ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കണം. കണ്ടോ, നിങ്ങൾ ഓൾറെഡി ആ പെൻ സ്റ്റാൻഡിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും പല ലെങ്ത്തിലാണ് ന്യൂസ് പേപ്പേഴ്സ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരേ ലെങ്ത്തിൽ കട്ട് ചെയ്താൽ ന്യൂസ് പേപ്പേഴ്സ് ആ ഒരു പെൻ സ്റ്റാൻഡ് കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് പല ലെങ്ത്തിൽ കട്ട് ചെയ്താൽ. ഞാൻ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ നമ്മുടെ ന്യൂസ് പേപ്പർ റോൾസ് എല്ലാം പല ലെങ്ത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബോട്ടിലിൻ്റെ ടോപ്പ് ഭാഗവും ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഫസ്റ്റ് വേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ബോട്ടിലിൻ്റെ ബോട്ടം ഭാഗത്ത് കുറേശ്ശെയായി ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഓരോ റോൾസ് ആയിട്ട് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ സ്റ്റിക്ക് ചെയ്യുക. അപ്പം ഈ സ്റ്റിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇതിൻ്റെ ടോപ്പ് ഭാഗം എന്തായാലും പല ലെങ്ത് ആയിരിക്കും, കാരണം നമ്മുടെ ന്യൂസ് പേപ്പർ റോൾസ് പല ലെങ്ത്തിൽ കട്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട്. പക്ഷേ ഇതിൻ്റെ ബോട്ടം ഭാഗം എപ്പോഴും ഒരേ ലെവൽ കീപ്പ് ചെയ്യാൻ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാ ന്യൂസ് പേപ്പർ റോൾസും സ്റ്റിക്ക് ചെയ്തതിന് ശേഷം കാണിക്കാം. അപ്പം ഞാൻ നമ്മുടെ ബോട്ടിലേക്ക് ന്യൂസ് പേപ്പർ റോൾസ് എല്ലാം സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനത് കുറച്ച് സമയം ഒന്ന് ഉണങ്ങാൻ വെച്ചായിരുന്നു. അതിനുശേഷമാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ സ്റ്റിക്ക് ചെയ്യുമ്പോൾ കുറച്ച് ഇറക്കി സ്റ്റിക്ക് ചെയ്യുക, എന്നാലേ അത് നമുക്ക് താഴെ ഒന്ന് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇതിലേക്ക് പെയിൻറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പം ഞാനിവിടെ ഫാബ്രിക് പെയിൻറ്റാണ് എടുത്തിട്ടുള്ളത്. ബ്ലാക്ക് കളറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ പെയിൻറ്റ് എടുക്കാം. അപ്പം നമുക്കിനി ഇത് പെയിൻറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇതുപോലെ ബ്രഷിൽ പെയിൻറ്റ് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് അതിനുശേഷം ഇതുപോലെ വളരെ സ്ലോയിൽ ഇതുപോലെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ഓരോ റോളിലും ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് പെയിൻറ്റ് ചെയ്യുക. അപ്പം ഞാനിത് ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്തതിന് ശേഷം കാണിക്കാം. അപ്പോൾ ഞാൻ ഈ ന്യൂസ് പേപ്പർ റോൾസ് എല്ലാം പെയിൻറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഇതിൻ്റെ സൈഡ്സും ഇതിൻ്റെ
ഇന്നർ പാർട്ടും പെയിൻറ്റ് ചെയ്തെടുക്കുക. ദേ ഇതുപോലെ പെയിൻറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിതൊരു 2 മണിക്കൂറെങ്കിലും ഇത് പെയിൻറ്റ് ഒന്ന് ഉണങ്ങാൻ വേണ്ടി വെക്കണം. ഞാനിനി ഫുൾ പെയിൻറ്റ് ചെയ്തതിന് ശേഷം കാണിക്കാം. അപ്പോൾ ദേ ഞാനത് ഫുൾ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 2 hours ഒന്ന് ഉണങ്ങാൻ വേണ്ടി വെക്കാം. അല്ലെങ്കിൽ എന്താ പറ്റുകയെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലൊക്കെ ഈ പെയിൻറ്റ് ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇനി ഒരു 2 hours കഴിഞ്ഞിട്ട് ബാക്കി സ്റ്റെപ്സ് എന്താണെന്ന് കാണിക്കാം. അപ്പോൾ ദേ ഇപ്പോൾ ഒരു 2 hours കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ പെയിൻറ്റൊക്കെ ഇതിലേക്ക് നന്നായി പെർഫെക്റ്റായി ഉണങ്ങിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതിൻ്റെ ബാക്കി സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കിനി ഇതിലേക്ക് അടുത്തതായി വേണ്ടത് ഈ ഫ്ലവേഴ്സ് ഉണ്ടാക്കുകയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള കളർ പേപ്പേഴ്സ് ഇല്ലേ, അത് ഞാൻ നല്ല സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ഈ കളർ ഫ്ലവേഴ്സ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഫ്ലവർ മേക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആദ്യം തന്നെ നമ്മൾ ഈ സർക്കിളിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കളർ പേപ്പർ ദേ ഇതുപോലെ വീണ്ടും നമ്മൾ സർക്കിൾ പോലെ ഒരു സിഗ്സാഗ് മോഡലിൽ കട്ട് ചെയ്തെടുക്കുക. ദേ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ കട്ട് ചെയ്യുക. വളരെ പതുക്കെ ക്ഷമയോട് വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ. അതിനുശേഷം നമ്മൾ അടുത്തതായിട്ട് ദേ ഇതിൻ്റെ ആ ടിപ്പില്ലേ, ആ ടിപ്പൊന്ന് ചെറുതായിട്ട് പതുക്കെ മെല്ലനെ റോൾ ചെയ്ത് കൊടുക്കുക. പതുക്കെ വേണം റോൾ ചെയ്യാൻ. നമ്മൾ ഒരുപാട് സ്പീഡിൽ റോൾ ചെയ്യരുത്. അപ്പോൾ ആ കറക്റ്റ് പെറ്റൽസ് കിട്ടില്ല. ഇതുപോലെ പതുക്കെ ക്ഷമയോടെ നല്ലതുപോലെ റോൾ ചെയ്തെടുക്കുക. പതുക്കെ റോൾ ചെയ്തെടുക്കുക വേണ്ടത്. അപ്പോൾ ഞാനിതെല്ലാം റോൾ ചെയ്തെടുത്ത് അതിനുശേഷം നമ്മളിതിൻ്റെ ടിപ്പിൽ അടുത്ത ടിപ്പിൽ കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്യുക. അതിനുശേഷം നമ്മളിത് സ്റ്റിക്ക് ചെയ്ത് വയ്ക്കുക. അപ്പം പെർഫെക്റ്റായിട്ട് നമ്മുടെ ഫ്ലവറിൻ്റെ പെറ്റൽസ് പോലെ കിട്ടും. ദേ ഇപ്പോൾ ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിനി യെല്ലോ ഫ്ലവറും കൂടെ എങ്ങനെ മേക്ക് ചെയ്യാൻ നോക്കാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ ആ റൗണ്ട് കളർ പേപ്പർ പതുക്കെ ക്ഷമയോടെ സിഗ്സാഗ് രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. വീഡിയോയിൽ കാണുന്നത് പോലെ കട്ട് ചെയ്യുക. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഇതിൻ്റെ ആ ടിപ്പിൽ നിന്ന് പതുക്കെ ചെറുതായിട്ട് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിത് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ആ ടിപ്പ് എൻഡിൽ നമുക്ക് കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫെവിക്കോൾ അപ്ലൈ ചെയ്തു. ഇനി ഇതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ ദേ നമ്മുടെ യെല്ലോ ഫ്ലവറും റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഞാൻ എല്ലാ ഫ്ലവേഴ്സും ചെയ്തെടുത്തതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഈ ഫ്ലവേഴ്സ് എല്ലാം മേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ലീവ്സ് മേക്ക് ചെയ്യാൻ വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. ദേ ഞാൻ ചെറിയൊരു ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, റെക്റ്റാങ്കുലർ ഷേപ്പിൽ. ഇനി നമുക്ക് ലീഫിൻ്റെ ഷേപ്പിൽ ഈ ഗ്രീൻ കളർ പേപ്പർ കട്ട് ചെയ്തെടുക്കാം. ദേ ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്തിട്ട് അതിനുശേഷം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇതിൻ്റെ ഒരു എൻഡിൽ നിന്ന് ഇതുപോലെ ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. വളരെ പതുക്കെ കട്ട് ചെയ്തെടുക്കുക. ദേ ഇപ്പോൾ കറക്റ്റ് നമ്മുടെ ലീഫിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ദേ കണ്ടോ, ഒരു കുഞ്ഞ് ലീഫ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു ലീഫും കൂടെ കട്ട് ചെയ്തെടുക്കാം. കുറച്ച് വലിയൊരു ലീഫ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു എൻഡിൽ നിന്ന് ലീഫിൻ്റെ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ദേ കണ്ടോ, ഇതുപോലെ വളരെ പതുക്കെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ദേ ഒരു വലിയ ലീഫ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാ ലീവ്സും കട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ നമ്മുടെ ഫ്ലവേഴ്സും ലീവ്സും ഒക്കെ ദേ പെർഫെക്റ്റായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ സ്റ്റാൻഡിലേക്ക്
ഇതൊന്ന് പേസ്റ്റ് ചെയ്യാൻ വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറേശ്ശെയായി ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഫ്ലവേഴ്സ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ പതുക്കെ കുറച്ചായിട്ട് ഫെവിക്കോൾ അപ്ലൈ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഓരോ ഫ്ലവേഴ്സായിട്ട് ഇതുപോലെ പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ഫ്ലവേഴ്സ് എല്ലാം ഇതിനകത്ത് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ലീവ്സും സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് ഈ വൈറ്റ് സ്റ്റോൺസ് ഒന്ന് ഇതിൽ പേസ്റ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ എവിടേക്കാണോ നമുക്ക് ഈ വൈറ്റ് സ്റ്റോൺസ് പേസ്റ്റ് ചെയ്യേണ്ടത് അവിടേക്ക് കുറേശ്ശെയായിട്ട് ഫെവിക്കോൾ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ വൈറ്റ് സ്റ്റോൺസ് അവിടെ സ്റ്റിക്ക് ചെയ്ത് വെക്കാം. ഇതുപോലെ ഫെവിക്കോൾ അപ്ലൈ ചെയ്തതിന് ശേഷം വൈറ്റ് സ്റ്റോൺസ് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ പെൻ സ്റ്റാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. നമ്മുടെ വീട്ടിലുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്ത് തന്നെയാണ് ഞാനിത് മേക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. വെറും ന്യൂസ് പേപ്പേഴ്സും ഒരു ബോട്ടിലും കുറച്ച് ഫെവിക്കോളും പിന്നെ കുറച്ച് കളർ പേപ്പേഴ്സും ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഭംഗിയായിട്ട് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ തന്നെ ഈ ഒരു പെൻ സ്റ്റാൻഡ് റെഡിയാക്കി എടുക്കാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഫ്ലവർ വേസ് ആയിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയുമായി കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.